After seeing the analysis of some ideal problems in quantum physics using Schrodinger equation, let us discuss the quantum theory of hydrogen atom, the application of Schrodinger's equation to hydrogen atom. Yes, actually it is the first problem that Schrodinger tackled in his new wave equation. So before that, let me review the Bohr model, one of the previous model that explained the energy levels of a hydrogen atom. So one of the few of the success of Bohr atom model is that it could explain the stability of atom. Otherwise, classically we found that electron cannot be stable if it revolves around nucleus. So it would explain the stability. Secondly, it could predict the energy levels of hydrogen atom and thus the origin of spectral lines. Why spectral lines are appearing instead of a continuous spectrum in hydrogen spectrum. So the results are allowed orbits Rn is given by n square a0, where n is a quantum number, n equal to 1, 2, 3, etc. a0 is the Bohr radius, first stable radius of electron a0. En is given by E1 by n square, first ground level energy level is minus 31.6 electron volt. And the spectral lines can be fit into the empirical formula observed by Rydberg, and that could be explained using Bohr model. 1 by lambda is equal to minus E1 by Ch. That is, we can see it is nothing but the Rydberg constant, and 1 by nf square minus 1 by ni square. Transition, spectral lines originate when electron jump from one energy level to another level. So these are some of the success of Bohr atom model. But let us also discuss the limitations of Bohr model. The first thing is that the quantization that comes in Bohr atom model is a postulate. That is an assumption. Bohr atom model postulates angular momentum of stable orbit should be an integral multiple of h cut. അപ്പോൾ അങ്ങനെ ഒരു ക്വാണ്ടൈസേഷൻ ബോർ അസ്യൂം ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അതൊരു പോസ്റ്റുലേറ്റ് ആയിരുന്നു. Now we see when we develop the quantum theory of hydrogen atom using Schrodinger equation, these quantum numbers naturally originate from this Schrodinger equation. അത് അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല, Schrodinger equation ആണ് അവിടുത്തെ പോസ്റ്റുലേറ്റ്, അതിൽ നിന്ന് ക്വാണ്ടം നമ്പേഴ്സ് എമർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ക്വാണ്ടൈസേഷൻ അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. സെക്കൻഡ് ലിമിറ്റേഷൻ ഈസ് ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഫോർ മെനി ഇലക്ട്രോൺ ആറ്റംസ്. ബോർ ആറ്റം മോഡൽ ഹൈഡ്രജൻ ആറ്റത്തിൽ അല്ലെങ്കിൽ ഹീലിയം ആറ്റത്തിൻ്റെ 1 അയോൺ ഹീലിയം ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള സിസ്റ്റത്തിൽ മാത്രമേ ഹൈഡ്രജൻ ആറ്റം സക്സസ്ഫുള്ളായിട്ട് സ്പെക്ട്രം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മെനി ഇലക്ട്രോൺ സിസ്റ്റം, ഹീലിയം, ലിഥിയം അതുപോലെയുള്ള ഹെവി എലമെൻസിനൊന്നും ബോർ ആറ്റം മോഡലിൻ്റെ പ്രഡിക്ഷൻസ് ഒബ്സർവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ദെൻ വൈ സം സ്പെക്ട്രൽ ലൈൻസ് ആർ മോർ ഇൻറ്റൻസ്. നമ്മൾ ലാബിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെർക്കുറി സ്പെക്ട്രത്തിൻ്റെ ചില ലൈൻസ് ഇൻറ്റൻസിറ്റി കൂടുതലാണ്, ചിലതിന് കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ചില ട്രാൻസിഷൻസ് കൂടുതൽ പ്രോബബിൾ ആവുന്നത്. അതിന് ഒരു റീസൺ ബോർ ആറ്റം മോഡലിൽ, അതിന് ഒരു എക്സ്പ്ലനേഷൻ ബോർ ആറ്റം മോഡലിൽ ഉണ്ടായിരുന്നില്ല. ദെൻ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. ചില സ്പെക്ട്രൽ ലൈൻസ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എച്ച് ആൽഫ ലൈൻ നമുക്കറിയാം ഒരു സിംഗിൾ ലൈനായിട്ടാണ് ബോർ ആറ്റം മോഡലിൽ പറയുന്നത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എച്ച് ആൽഫ ലൈൻ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് 2 or 3 ഹൈ റെസൊല്യൂഷൻ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്പെക്ട്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽസിനുള്ളൊരു എക്സ്പ്ലനേഷൻ ബോർ ആറ്റം മോഡലിലെ ബോർ ആറ്റം മോഡലിൽ ഈ ഒരു എനർജി ലെവൽസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പ്രൈമറി സ്പെക്ട്രൽ ലൈൻസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. Then after all, how individual atoms interact with each other and form macroscopic structure. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഫോർ എക്സാമ്പിൾ അയണിൻ്റെ കുറേ ആറ്റംസ് ജോയിൻ ചെയ്തിട്ട് അയണിൻ്റെ ഒരു മാക്രോസ്കോപ്പിക് സ്ട്രക്ചർ, ഒരു അയണിൻ്റെ ഒരു ബാർ നമുക്ക് കിട്ടുമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, എങ്ങനെയാണ് അയണിൻ്റെ ഹാർഡ്നെസ്, അതല്ലെങ്കിൽ അതിൻ്റെ ബാക്കി മെൽറ്റിംഗ് പോയിൻറ്റ്, അല്ലെങ്കിൽ അതർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷൻ. അത്തരം കാര്യങ്ങളൊന്നും ബോർ ആറ്റം മോഡലിൽ നമുക്ക് പോസിബിൾ അല്ല. പക്ഷേ ഇതെല്ലാം ഈ ഹൈഡ്രോജൻ ആറ്റത്തിൻ്റെ ക്വാണ്ടം തിയറി യൂസിങ് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ ഇതിനെല്ലാം എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്വാണ്ടം തിയറി ഒരു സക്സസ്ഫുൾ തിയറി ആയിട്ട് നമ്മൾ അത്രയും ഫിസിക്സിൽ, മോഡേൺ ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തിയറി ആയിട്ട് നമ്മൾ കരുതുന്നത്. So let us first set the Schrodinger equation for hydrogen atom. The steady state, we know the hydrogen atom consists of a center proton, a charge, it has a charge plus E, and classically we see
visualize this as an electron revolving around positron, revolving around proton at a radius r with a negative charge minus e. So setting Schrodinger equation means identify the potential, corresponding potential of that problem and substitute in Schrodinger equation. So the steady state three-dimensional form of Schrodinger equation is Laplacian psi plus 2m h cut square e minus u psi is equal to 0. ഇനി ഓരോ പ്രോബ്ലത്തിലും നമ്മൾ psi ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. So what is the potential energy here? Here we have a proton which has a positive charge plus E and electron minus C. So ഒരു charged particles തമ്മിലുള്ള interaction, we know it is Coulomb interaction. So the corresponding potential energy is Coulomb potential energy. It is given by U is equal to 1 by 4 pi epsilon 0 product of charges, that is plus C into minus C. So minus C square divided by separation R. Now we can see U is a function of R. U is a function of radial coordinates R only rather than x, y, z. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനൊരു സ്പെരിക്കൽ സിമെട്രി ഉണ്ട്. ഈ സെൻറ്ററിൽ നിന്ന് ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസിൽ വരുന്ന എല്ലായിടത്തും സ്പെരിക്കലി സിമെട്രിക് ആയിട്ടുള്ള എല്ലായിടത്തും പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ ഇതിനൊരു സ്പെരിക്കൽ സിമെട്രി ഉണ്ട്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. ആ ഒരു സിമെട്രി നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. സോ വി എക്സ്പ്രസ് ദ ലാപ്ലേഷ്യൻ ഇൻ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ടു simplify the problem. So del square in Laplacian coordinates we know 1 by r square dou by dou r square dou psi by dou r plus 1 by r square sin theta dou by dou theta sin theta dou psi by dou theta plus 1 by r square sin square theta dou square psi by dou phi square. Instead of x, y, z we use the coordinates r, theta and phi. Then 2m by h square e minus u psi is equal to 0. Now substitute equation 2, the potential, the value of potential in equation 3 and multiply the entire equation with r square sin square theta. So first term r square sin square divided by r square cancels and we'll get a sin square theta dou by dou r square dou psi by dou r plus here r square sin theta divided by r square sin theta. So 1 by sin theta will remain, sin theta dou by dou theta. Then last time r square sin square theta cancel, simply dou square psi by dou phi square plus 2m r square sin square theta divided by h cut square e plus e square by 4 pi epsilon 0 r psi is equal to 0. Now to solve this we adopt the method of separation of variables that we do in mathematics. Separation of variable differential equation solve ചെയ്യാനായിട്ടുള്ള separation of variables എന്നുള്ള മെത്തേഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. So in separation of variable we assume the wave function, or we write the wave function which is actually a function of r, theta and phi, three spherical polar coordinates, as the product of three functions. As product of three functions r, caps theta and cap phi, and each of these functions are, each of these variables are functions of r, I mean a single variable. For example, r is a function of r only, r depends r, the variable r alone. The function theta, caps theta depends only on the variable theta, and phi, caps phi is a function of phi only. And separation of variable. Yes, now substitute psi in this equation. So അവിടെ വരുന്ന ഡെറിവേറ്റീവ് ടേമുകൾ അതാണ്, അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഡോ psi by dou r, ഡോ psi by dou r. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു r ആണ്. വിത്ത് റെസ്പെക്ട് ടു r എടുക്കുമ്പോൾ തീറ്റയും ഫൈയും കോൺസ്റ്റൻസ് ആണ്. Because these are functions of theta only, phi only. So അത് രണ്ടും പുറത്ത് എഴുതാം. Theta phi into dou r by dou r. That is equal to phi, I mean theta phi into dr by dr. We can write partial derivative as full derivative because r is a function of r only. Then d psi by dou psi by dou theta is equal to, similarly r ഉം phi ഉം constants ആണ് with respect to theta എടുക്കുമ്പോൾ, then d theta by d theta. Similarly dou square psi by dou phi square, r theta constants, d square phi by d phi square. So make these substitutions in equation 4. ഈ ഡെറിവേറ്റീവ്സ് എല്ലാം വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ടൈം sin square theta പിന്നെ ഡോ psi by dou r ആണ് വരുന്നത്. ഡോ psi by dou r is theta phi are constants, theta phi ഡോ by dou r എന്ന് വരെ ഫുൾ ഡെറിവേറ്റീവ് d by dr r square dr by dr. സെക്കൻഡ് ടൈം sin theta r phi constants, dou by d by d theta sin theta d theta by d theta plus r theta constants, d square phi by d phi square plus
last term into psi. Psi is equal to r theta phi, that is equal to 0. Now divide the entire equation with r theta phi. So first term theta phi divided by r theta phi. Theta and phi cancels, we will get sin square theta divided by r in denominator, d by dr of remaining terms. Then അടുത്തതിൽ വരുമ്പോൾ sin theta r divided by r theta sin theta r phi divided by r theta phi. So r phi cancels, theta will remain here, and last term, next term 1 by phi will come because r theta cancels. Then last term divided by r theta phi, so that is equal to 0. Now rearrange this equation in such a way that the right hand side is a function of phi only and left hand side the remaining terms. Right hand phi യുടെ ടേം ഏതാണ് വരുന്നത്? So this is ഈ ടേം function of r and theta, function of r and theta, function of phi only. ഇതിനെ റൈറ്റിലേക്ക് എഴുതാണ്. So minus 1 by phi d by d square phi by d phi square. Then this is a function of r only, r and theta. അത് ലെഫ്റ്റിൽ എഴുതി. So this equation 8, we have left hand side is a function of r and theta, right hand side is a function of phi only. So this means, this is what we do in separation of variables. Left hand side is a function of r and theta, right hand side is a function of phi only, that is independent of r and theta. And these are equal means each side separately equal to a constant. Both sides are equal means both sides are equal to a same constant. കാരണം നമ്മൾ സപ്പോസ് നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടെന്ന് വയ്ക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് വേരി ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് വേരി ചെയ്യും, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. എക്സ് വേരി ചെയ്യുമ്പോൾ എഫ് ഓഫ് വൈ വേരി ചെയ്യുന്നുണ്ടോ? ഇല്ല, എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ഓൺലിയാണ്. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആവണമെങ്കിൽ, എക്സ് വേരി ചെയ്യുമ്പോൾ ഇത് എഫ് ഓഫ് വൈ ആയിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇത് തമ്മിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇത് കോൺസ്റ്റൻ്റ് ആയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ വൈ വേരി ചെയ്യുമ്പോൾ എഫ് ഓഫ് വൈ വേരി ചെയ്യും, അതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് മാറില്ല. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണെന്ന്, ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദേ ആർ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ്, എങ്കിൽ മാത്രമാണ് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ആർ, റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഫൈ. ഇത് രണ്ടും ഈക്വൽ മീൻസ് ദേ ആർ സെപ്പറേറ്റ്ലി ഈക്വൽ ടു ദ സെയിം കോൺസ്റ്റൻറ്റ്. ലെറ്റ് മി കോൾ ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ആസ് എം എൽ സ്ക്വയർ. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺസ്റ്റൻറ്റ് സി എന്നോ എ എന്നോ ബി എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മുടെ ഫ്യൂച്ചർ കൺവീനിയൻസിന് വേണ്ടി ഞാനതിനെ എം സബ്സ്ക്രിപ്റ്റ് എൽ സ്ക്വയർ എന്ന് എഴുതാണ്. So we can equate left hand side equal to this constant, right hand side equal to this constant. ഇതാണ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ നമ്മൾ ചെയ്യുന്നത്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് minus 1 by phi d square phi by d phi square equal to that constant ml square. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ടേമുകൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ml square. ഇനി ഇവിടെ രണ്ട് സ്റ്റെപ്പുകൾ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഒന്ന്, റൈറ്റ് ഹാൻഡ് സൈഡ് ml സ്ക്വയറിന് ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ ഡിവൈഡ് ദ എൻറ്റയർ ഇക്വേഷൻ വിത്ത് സൈൻ സ്ക്വയർ തീറ്റ. ഈ ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ml സ്ക്വയറിന് ഇക്വേറ്റ് ചെയ്തതിന് ശേഷം എൻറ്റയർ ഇക്വേഷനെ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ആറിൻ്റെ ടേമുകൾ മാത്രം ലെഫ്റ്റിൽ എഴുതുന്നു, തീറ്റയുടെ ടേമുകൾ റൈറ്റിൽ എഴുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു ml സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം നോക്കുകയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ. സോ 1 by r d by dr ഓഫ് ആർ സ്ക്വയർ dr by dr. പിന്നെ വരുന്ന ടേം ഈ ടേമാണ്. അതിൽ സൈൻ സ്ക്വയർ തീറ്റ പോയി കഴിഞ്ഞാൽ ബാക്കി ടേമുകളാണ് അവിടെ വരുന്നത്. പിന്നെ വരുന്ന ഈ ടേമിനെയും കൂടെ ഈ ടേമിനെയും ആ കോൺസ്റ്റൻറ്റ് ടേമിനെയും റൈറ്റ് ഹാൻഡ് സെൻറ്ററിലേക്ക്. സോ ml സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ, പിന്നെ ഈ ടേമാണ്. സോ ഒരു സൈൻ തീറ്റ ക്യാൻസലായി 1 by തീറ്റ സൈൻ തീറ്റ d by d തീറ്റ ഓഫ് ദിസ്. സോ വീണ്ടും നമുക്ക് പറയാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ഓൺലി. ആർ മാത്രമേ ഇവിടെ വേരിയബിൾ വരുന്നുള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ഓൺലി. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻറ്റ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് and right hand side are equal and they are separately are functions of single variables, means they are equal to the same constant. This time let me call that constant as L into L plus 1. You can call this as B, C or whatever it is. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ഇൻ്റർപ്രിട്ടേഷൻ്റെ കൺവീനിയൻസിന് വേണ്ടി ഞാൻ അതിനെ L into L plus 1 എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് എഴുതാണ്. So left hand side is equal to that constant, right hand side is equal to that constant. So we have three equations, equation 9, 11 and 12. 9 is a differential equation for phi only, 11 is a differential equation theta only, 12 is a differential equation for r only. അപ്പോൾ മൂന്ന് വേരിയബിളിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്ന ഷ്രോഡിഞ്ചർ ഇക്വേഷനെ നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് മൂന്ന്
ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആക്കി ഈച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വൺ വേരിയബിൾ. ഇനി കുറച്ചും കൂടി ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഫോമിലേക്ക്, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഫസ്റ്റ് ടേം ഇവിടെ ഈ ഫൈനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുന്നു. ഇനി എല്ലാ ടേമുകളെയും ഒരുമിച്ച് ഒരു സൈഡിലേക്ക് എഴുതുന്നു. സോ ഡി സ്ക്വയർ 5/d5² പ്ലസ് 5 ഇൻറ്റു ml², ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇക്വേഷൻ 11 മൈനസ് തീറ്റാക്കി മൾട്ടിപ്ലൈ ആണ്. മൈനസ് തീറ്റാക്കിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ടേം ആദ്യമായിട്ട് എഴുതുകയാണെങ്കിൽ 1/sin തീറ്റ, ആ തീറ്റ ക്യാൻസൽ ചെയ്തു, മൈനസ് തീറ്റാക്കി മൾട്ടിപ്ലൈ ചെയ്യും. സോ d/d തീറ്റ ഇസ് ദിസ് ടേം. പിന്നെ ഈ l/l+1 ഈ ടേമിനെയും കൂടെ ഒരുമിച്ച് എഴുതി ഇൻറ്റു തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ 12 r/r² മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഹിയർ ഇറ്റ് ബിക്കം 1/r² d/dr. ബാക്കി ടേമുകൾ അവിടെ എഴുതി ഇൻറ്റു r ഇസ് ഈക്വൽ ടു 0. So you can see equation 13 is a function of phi only, equation 14 is a differential equation in theta, equation 15 is a differential equation in r. So instead of a single differential equation which are functions of 3 variables, we have 3 different equations, each one are functions of a single variable. Now we can solve these equations, and you can see corresponding to these 3 differential equation 3 quantum numbers are emerging. ബോർ ആറ്റം മോഡലിൽ ഒരു ക്വാണ്ടം നമ്പർ ഉണ്ടായിരുന്നുള്ളൂ, അത് തന്നെ പോസ്റ്റ്ലേറ്റ്സിൽ നിന്ന് വരുന്ന ക്വാണ്ടം നമ്പറാണ്. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡിഫറെൻറ്റ് ക്വാണ്ടം നമ്പേഴ്സ് ഇലക്ട്രോണിന് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിലൊന്ന് ബോർ ആറ്റം മോഡലിലെ ആ എനർജിക്ക് വരുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ബാക്കി ക്വാണ്ടം നമ്പറുകൾ ഇതുകൂടാതെ ഒരു ക്വാണ്ടം നമ്പറും കൂടെ ഇലക്ട്രോണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ സ്പിന്നുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻസും ഇതിൻ്റെ ക്വാണ്ടം നമ്പറുമാണ്. ഇത് സോൾവ് ചെയ്ത് അതിലേക്ക് എത്തിക്കുക, ക്വാണ്ടം നമ്പറുകൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്തമാറ്റിക്കൽ ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ മാത്രമാണ് നമ്മൾ എങ്ങനെ വരുന്നു എന്നുള്ളത് കാണിക്കുന്നുള്ളൂ. ബാക്കി ഇക്വേഷനിൽ ക്വാണ്ടം നമ്പറുകൾ നമ്മൾ ആ റിസൾട്ടുകൾ ആയിട്ട് തന്നെ പറയുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഡെറിവേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല.